ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് സിമ്പിൾ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമേ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മമാ എർത്തിൻ്റെ റൈസ് വാട്ടറിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം കണ്ടല്ലോ, സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മോയ്സ്ചറൈസർ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് നമ്മുടെ മുഖത്തും കഴുത്തിലും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ ആ പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, അതിനുശേഷം ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവൂ. നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് അതൊന്ന് സെറ്റ് ആവാനുള്ളൊരു ടൈം കൊടുത്തതിന് ശേഷം വേണം അടുത്ത പ്രോഡക്റ്റ് നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലോണം ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. ലിപ്പിൽ അതായത് ഇത് ഹിമാലയയുടെ ഒരു ലിപ് ബാമാണ്, നല്ല ഒരെണ്ണമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചുണ്ടിന് ഒരു മോയ്സ്ചറൈസർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് രാത്രികളിൽ കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലിപ് ബാം യൂസ് ചെയ്തിട്ട് കിടന്നാൽ നന്നായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അറിയാലോ, ചിലർക്ക് ഈ തണുപ്പ് കാലത്തും ചൂട് സമയത്തൊക്കെ ചുണ്ട് വരണ്ട് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഈ ജസ്റ്റ് രാത്രി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ലിപ് ബാം ഇട്ടിട്ട് കിടക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാനുള്ളൊരു ടൈം കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ SPF 50 ഉള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂടിൻ്റെ സാഹചര്യത്തിൽ SPF 50 എങ്കിലും മിനിമം ഉള്ള ഒരു സൺസ്ക്രീൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട 2 ഐറ്റംസാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഓക്കെ, അപ്പോൾ നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ നല്ലോണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം മുഖത്തിലും കഴുത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ മുഖത്തോട്ട് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുത്തല്ലോ, അത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ട, സൺസ്ക്രീന് സെറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്ത്, അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള ആ സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം കണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം അതും ഒന്ന് സെറ്റ് ആവാനുള്ള ഒരു കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക, കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെയർ സെറ്റ് ചെയ്യാം. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യുക, ഒരു മുടിയും കുറച്ച് അടുത്ത ഒരു സെറ്റുമായിട്ട് ചേർത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി എടുത്ത് വെച്ച് ഒരു ക്ലിപ്പോ ഒരു സ്ലൈഡോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിനി മുടി അഴിച്ചിട്ട് ഇടുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടാം. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മെടഞ്ഞിട്ടെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു എനിക്ക് തോന്നിയത്. കാരണം നല്ല ചൂടല്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു ഹെയർ ബണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ മെടഞ്ഞിട്ടതിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പം നമ്മുടെ ആ ഒരു മുടിക്ക് ഇത്തിരി കനമുള്ളതായിട്ടും കട്ടിയുള്ളതായിട്ടും ഒക്കെ നമുക്കൊന്ന് തോന്നിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് അതവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത് നമുക്ക് ബാക്കി നമ്മുടെ സൺസ്ക്രീൻ എല്ലാം സെറ്റായല്ലോ. ഇനി ബാക്കി നമുക്ക് ചെറുതായിട്ടൊരു പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡറാണോ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. ഐബ്രോ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളെ കമൻസും അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് ഇടുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു ഐടെക്സിൻ്റെ ഒരു ബ്ലാക്ക് പൊട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിന്ദൂരം ഇട്ട് കൊടുക്കാം.
വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ഇപ്പം ഞാൻ ഇത് വീഡിയോ ആയിട്ട് എടുത്ത് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ആ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐ ഷാഡോ സെറ്റായി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാമേ. ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ക്ലിയർ ആവും കേട്ടോ. അപ്പം ഓക്കെ അല്ലേ? അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പം കുറച്ചുകൂടെ നല്ല ലുക്കായില്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ പൊതുവേ നമുക്ക് ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മുഖത്തിന് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഗ്ലോ കിട്ടും കേട്ടോ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ണ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ കണ്ണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ കമ്മലിട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടൊരു കമ്മലും ഇട്ടു. എങ്ങനെയുണ്ട് കമ്മൽ? അഭിപ്രായം പറയണേ. അപ്പം കമ്മലും ഇട്ടു. ഇനി നമുക്ക് വളയിട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് വളയൊന്നും ഇടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കയ്യിൽ വള ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഇപ്പുറത്തൂടെ കുപ്പി വള ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടു. ഇനി അടുത്ത് നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഫേസസ് കാനഡയുടെ ഫിക്സറാണ് കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മൾ കണ്ണടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അത് തനിയെ തന്നെ നമ്മൾ അതങ്ങ് സെറ്റായിക്കോളും കേട്ടോ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഒന്നിൻ്റെ ആവശ്യമില്ല. തനിയെ അതങ്ങ് സെറ്റായിക്കോളും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കമൻറ്റുകൾ അറിയിക്കണേ. അത് അറിയിക്കാതിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം കമൻറ്റ് ഇടണം. അപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.